പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്കായി വ്യാപക തെരച്ചിൽ. നെല്ലിയാമ്പതി വനമേഖലയിൽ അരക്കമലയിൽ പോലീസിന് വൻ സംഘമാണ് പരിശോധന നടത്തുന്നത്. അകമ്പാടത്തെ പാറമടയിലും പരിശോധന നടക്കുകയാണ്. അരക്കമലയിലെ തെരച്ചിൽ സംഘത്തിനൊപ്പം സൂരജ് സജിയായിരുന്നു. സൂരജ്, നാട്ടുകാർ അവരുടെ ആത്മാർത്ഥതയിൽ ഒരുപക്ഷെ പോലീസിനൊപ്പം തിരയാനൊക്കെ ഇറങ്ങും, നാടടക്കിയുള്ള തെരച്ചിൽ നടക്കും. പക്ഷേ പോലീസിൻ്റെ ഒരു ശാസ്ത്രീയ പരിശോധന എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തം ഇറങ്ങി നാട് മൊത്തം പരിശോധിക്കലല്ലോ സൂരജ്. ഒരു പ്ലാൻ, ഒരു സെർച്ച് പ്ലാൻ പോലീസിനുണ്ടോ സൂരജ്? ഹാഷ്മി, ഇപ്പോൾ ഇതൊരു പ്ലാൻ അനുസരിച്ചാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗപ്പെടുത്തി പോലീസ് ഒരു ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കടന്നെങ്കിൽ പോലും അതെല്ലാം വിഫലമാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ കൊലപാതകത്തിന് ശേഷം പ്രതി നമ്മൾ ആദ്യമെത്തി വയലിലെ കുളത്തിലെത്തി കുളിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച ഈ തറവാട്ട് വീട്ടിലടക്കം പരിശോധന നടത്തിയെങ്കിലും അതൊരു ഫലം കണ്ടില്ല. ഇതോടുകൂടിയാണ് ഈ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് പോലീസ് കടന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മലനിരകളിലടക്കം നിലവിൽ പോലീസിന്റെ വിന്യാസമുണ്ട്. അവിടെ അടക്കം പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാം ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. നെല്ലിയാമ്പതി മലനിരകൾ ഇതിന്റെ അരികുവശത്തെല്ലാം തന്നെ നെല്ലിയാമ്പതിയുടെ മലനിരകളാണ്. അവിടെ എല്ലാം തന്നെ ഈ പോലീസും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള തിരച്ചിലാണ് നടത്തുന്നത്. നമ്മളിപ്പോൾ സ്കൂബ സംഘത്തിനൊപ്പമായിരുന്നു, അവരോടൊപ്പമുള്ള തിരച്ചിൽ സംഘത്തോടൊപ്പമായിരുന്നു നമ്മൾ. അവർ പാറമടയിൽ നടത്തിയ തിരച്ചിലിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കുളത്തിൽ നടത്തി, കിണറ്റിൽ നടത്തി, പല സ്ഥലങ്ങളിലും ഈ സ്കൂബ സംഘം ഇറങ്ങി ഈ തെരച്ചിൽ നടത്തിയെങ്കിലും ഒരു തെളിവും, അതായത് ഒരു തുണിയെങ്കിലും കിട്ടും എന്നുള്ളതായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. ഒരു വസ്ത്രമെങ്കിലും ലഭിക്കും എന്ന് പോലീസ് കണക്ക് കൂട്ടിയിരുന്നു. പക്ഷെ ഒന്നും തന്നെ ഇവിടെ നിന്ന് ലഭിച്ചില്ല. ഇതോടുകൂടിയാണ് ഈ വനമേഖലയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മഹത്യ ചെയ്തേക്കാം എന്ന നിഗമനം ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം പ്രതി കൃത്യമായ മോട്ടീവ്, ഇതിനുശേഷം ഈ ക്രൈമിന് ശേഷം എന്തു ചെയ്യണം എന്നത് സംബന്ധിച്ച പ്രതിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്ന് വേണം ഇപ്പോൾ കരുതാൻ. അത്തരമൊരു അനുമാനത്തിലേക്കാണ് പോലീസും എത്തുന്നത്. കാരണം ഇവിടെ നിന്ന്, അതായത് അതാണ് ഈ കാണുന്ന പ്രതിയുടെ വീടിന് പുറകുവശത്ത് വെച്ച് കൊലപാതകം നടക്കുന്നു. അതിനുശേഷം പ്രതി ഓടുന്നതിനിടയിൽ ഈ മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ ഈ മൊബൈൽ ഫോൺ അടക്കം നശിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് പ്രതി നടത്തിയിരിക്കുന്നത്. ഒരു ശ്രമമായിരുന്നുവെങ്കിലോ സ്വാഭാവികമായി ഫോൺ നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നൊരു നിഗമനം കൂടി, അല്ലെങ്കിൽ അത്തരമൊരു അനുമാനത്തിലേക്ക് കൂടി പോലീസ് എത്തുന്നുണ്ട്. എന്നാൽ പോലും ആത്മഹത്യ ചെയ്തിരിക്കുമോ എന്ന ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ സ്കൂബ സംഘത്തെ എത്തിച്ചുള്ള ഈ പരിശോധന. അത് എന്തായാലും അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായ തിരച്ചിൽ, അത് 100-ലധികം വരുന്ന പോലീസുകാരാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഹാഷ്മി, ഇത് പോലീസ് ഒരു അഭിമാന പ്രശ്നമായി ഇത് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ ചോദിച്ചിരുന്ന ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം ഈ വനമേഖലയിൽ തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, പോലീസിന്റെ തന്നെ സന്നാഹം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിയെ പിടികൂടുക, അതായത് പോലീസ് തന്നെ ഈ പ്രതിയെ പിടികൂടും എന്ന വാശിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലായിടവും പോയി തിരയുക എന്നുള്ളതല്ലല്ലോ പോലീസിൻ്റെ രീതി. പോലീസിന് അതിൻ്റേതായിട്ടുള്ള അന്വേഷണ സംവിധാനമുണ്ട്, അല്ലെങ്കിൽ തെരച്ചിൽ സാങ്കേതിക വിദ്യകളുണ്ട്. അതൊക്കെ ഉപയോഗിക്കട്ടെ. അതല്ലാതെ ചുമ്മാ അവിടെ എല്ലായിടത്തും പോയി തിരയുക എന്ന് പറയുന്നത് അത് എഫക്റ്റീവ് തെരച്ചിലാണോ? എനിക്കറിയില്ല കേട്ടോ.